രണ്ടാമത്തെ ഒരു വലിയൊരു അനുഭവം എന്ന് പറയുന്നത് മോളുടെ കാലിനൊരു സർജറി ഉണ്ടായിരുന്നു. അത് മോള് ജനിച്ചപ്പോൾ കാലിന് ചെറിയൊരു നീളക്കുറവുണ്ട്. നമുക്ക് കണ്ടാലൊന്നും മനസ്സിലാവില്ല, നടക്കാനും മോൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ബാക്ക് പെയിനും അങ്ങനത്തെ കാര്യങ്ങളും വളരും തോറും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നതുകൊണ്ട് ഒരു സർജറി ചെയ്ത് അത് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു ഡോക്ടർമാർ. അപ്പോൾ മോള് ജനിച്ചപ്പോൾ മുതൽ അവർ മോളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 13 വയസ്സായി, 11 വയസ്സിലാണ് ഈ സർജറി നടക്കുന്നത്. അപ്പം വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട, കറക്റ്റായിട്ട് ടൈം ചെയ്യേണ്ട ഒരു സർജറിയാണിത്. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സർജറിയാണ്. അതിൻ്റെ റിക്കവറി എന്ന് പറയുന്നത് 3 മുതൽ 6 മാസം വരെയാണ്. അപ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ അതൊരു ഉടമ്പടി നിയോഗമായിട്ട് വെച്ചിരുന്നു. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ എൻ്റെ മമ്മി എപ്പോഴും, ഹസ്ബൻഡിൻ്റെ മമ്മി എപ്പോഴും പറയും, പ്രാർത്ഥിച്ചപ്പോൾ പലപ്പോഴും മമ്മീനെ കാണാൻ വന്നിട്ടുണ്ടെന്ന്. സാക്ഷ്യങ്ങളിലും എല്ലാവരും അങ്ങനെ പറയും. ഞാനപ്പം അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ സർജറിയുടെ സമയത്ത് ആ തിയേറ്ററിൽ അമ്മ ഉണ്ടാവണേ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാം പ്രിപ്പയറായി സർജറിക്ക് പോയി. അപ്പോൾ രാത്രി മുതൽ വെള്ളമോ ഭക്ഷണമോ ഒന്നും കഴിക്കാതെ വേണം, എംപ്റ്റി സ്റ്റൊമക്കിൽ വേണം സർജറിക്ക് പോകാൻ. രാവിലെ 9 മണിക്കായിരുന്നു ഞങ്ങൾക്ക് ഉള്ള അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് മുമ്പുള്ള 2 പേരെയും അവർ വിളിച്ചു സർജറിക്ക്, പക്ഷെ ഞങ്ങളെ മാത്രം വിളിക്കുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നപ്പം വാർഡ് മാനേജർ വന്നിട്ട് ഞങ്ങളോട് പറയുകയാണ്, കുറേ എമർജൻസി കേസുകൾ വന്നു, അതുകൊണ്ട് സർജറി കഴിഞ്ഞ് കുഞ്ഞിനെ മാറ്റാനുള്ള ബെഡ് ഞങ്ങൾക്കില്ല, അതുകൊണ്ട് സർജറി നടക്കുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരും ലീവ് എടുത്തു. മോളെ സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയൊരു ഡേറ്റ് കിട്ടാനായിട്ട് ചിലപ്പോൾ മാസങ്ങളാവും. അപ്പോൾ ഇത് കറക്റ്റ് ഒരു ടൈമിൽ ചെയ്യേണ്ട സർജറിയാണിത്. അത് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായേക്കാം. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 2 തീരുമാനങ്ങൾ എടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്കിപ്പം തിരിച്ചു പോവാം, എന്നിട്ട് വീണ്ടും റീബുക്ക് ചെയ്യാം സർജറി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, ചാൻസ് വളരെ കുറവാണ്, ബെഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, പക്ഷേ ചാൻസസ് വളരെ കുറവാണ്, ഞങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷയൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 2 പേരും അപ്പം തന്നെ നമുക്ക് വീട്ടിൽ പോകാം എന്നുള്ള രീതിയിൽ റെഡിയാക്കി. പക്ഷേ അമ്മ വീണ്ടും എന്നോട് പറഞ്ഞു, നീ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഡോക്ടറോട് പറഞ്ഞു, സാരമില്ല, ഞങ്ങൾ 2 മണി വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓർക്കണം, തലേദിവസം രാത്രി മുതൽ ഈ കുഞ്ഞ് ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞാനത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, 1 ഗ്ലാസ് ജ്യൂസ് തരാം, വേറെ ഒന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് പേടിയായിരുന്നു, ഈ കൊച്ച് എങ്ങനെ ഉച്ചയ്ക്ക് 2 മണി വരെ നിൽക്കും എന്നുള്ളത്. അപ്പോൾ യൂട്യൂബിൽ ഞാൻ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് അന്ന് എനിക്ക് കിട്ടിയ ധ്യാനം, അന്ന് അച്ഛൻ ഫരീദാബാദിൽ ഒരു ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോക്കിനേക്കാൾ കൂടുതൽ ആരാധന കൂടുതലുള്ളൊരു ധ്യാനമായിരുന്നു അത്. അപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മാത്രം കേൾക്കാനുള്ള ഒച്ചയിൽ ഫോൺ അടുത്ത് വെച്ചിട്ട്, ചെവിയുടെ അടുത്ത് വെച്ച് ഞാനിതിങ്ങനെ കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആരാധനയിടയിൽ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ആ രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ തൊട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മോളുടെ കാലിൽ തൊട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ ഈ ധ്യാനം കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ മോളങ്ങ് ഉറങ്ങിപ്പോയി. വിശപ്പോ ദാഹമോ ഒന്നും അറിയാതെ കുഞ്ഞ് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഞാൻ കാലിൽ തൊട്ട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഒരു ഇലക്ട്രിസിറ്റി എൻ്റെ ശരീരത്തിലൂടെ, കൊച്ചിൻ്റെ കാലിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന എനിക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കി കാലനങ്ങുന്നുണ്ടോയെന്ന്. മോളതൊന്നും അറിയുന്നില്ല, ഇങ്ങനെ സുഖമായി കിടന്നുറങ്ങുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവ് എൻ്റെ ഒപ്പമുണ്ട്, ഞങ്ങളെ സഹായിക്കാനും ശക്തിപ്പെടുത്താനുമായിട്ട് ഉണ്ട് എന്ന് വിശ്വസിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ ധ്യാനം തീരുന്നതിന് മുൻപ് വാർഡ് മാനേജർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ബെഡ് റെഡി ആയിട്ടുണ്ട്, വളരെ അത്ഭുതകരമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മോളുടെ സർജറി ചെയ്യുന്നത് ഒരു മെയിൽ സർജനാണ്, ഒരു പുരുഷനാണ്. ചെറുപ്പം മുതലേ നോക്കുന്ന അദ്ദേഹമാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. UK നമ്പർ 1 ഓർത്തോപീഡിക് സർജനാണ് അദ്ദേഹം, ആ കൺസൾട്ടൻ്റ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ആണ് അദ്ദേഹം ഈ സർജറി ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പം ആ സർജനെ ഞാൻ അവിടെ കാണുന്നില്ല, പകരം ഒരു ലേഡി അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ചെല്ലുമ്പോൾ തന്നെ എന്നോട് പറയുകയാണ്, മോൾ പേടിക്കണ്ട, ഈ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം, സർജറി കഴിയുന്നവരെ ഞാനിവിടെ ഉണ്ടാകും.
അപ്പോൾ ഞാൻ എനിക്ക് എന്തോ ഒരു അപാകത തോന്നി. കാരണം ഞാൻ അവരോടൊരു എനിക്ക് പേടിയാണെന്നോ വിഷമമുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവരിങ്ങോട്ട് എന്നോട് പറയുകയാണ്, ഒന്നും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. അതുപോലെ തന്നെ ഞാൻ ചുറ്റും നോക്കുവാണ്, അയ്യോ മോളുടെ സർജനെ അവിടെ കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ. എന്നാലും ഞാൻ വിചാരിച്ച് സാരമില്ല, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്, അദ്ദേഹം ആയിരിക്കില്ല ഡയറക്റ്റ് സർജറികൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് മോളെ അവിടെ ആക്കിയിട്ട് ഞാൻ പോന്നു. താഴെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 മണിക്കൂർ നീണ്ട സർജറി ആയിരുന്നു. പക്ഷെ സർജറി കഴിഞ്ഞ് മോളുടെ ആ മെയിൽ സർജൻ ഇമ്മാനുവൽ മൊറാക്കിസ് എന്ന് പറയുന്ന കൺസൾട്ടൻറ്റ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, സർജറി കഴിഞ്ഞു. ആ പുള്ളി ആ സർജറി ചെയ്യുന്ന സ്ക്രബ് ഇട്ടിട്ടാണ്, യൂണിഫോം ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് സർജറി ചെയ്തത്, എല്ലാം ഭംഗിയായി നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അന്ന് ആ സമയത്ത് അവിടെ നിന്നത് അമ്മ മാതാവാണ്. ഞാൻ വിളിച്ചല്ലോ അമ്മ ആ തിയേറ്ററിൽ ഉണ്ടാവണം എന്നുള്ളത്. അതുകൊണ്ടാണ് അമ്മ അവിടെ വന്ന് നിന്ന് എന്നോട് പറഞ്ഞത്, ഞാൻ നോക്കിക്കോളാം മോളെ, ഞാനിവിടെ ഉണ്ട് എന്നുള്ളത്. ഈ സർജറിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മുതൽ 6 മാസം വരെയാണ് ഇതിൻ്റെ റിക്കവറി ടൈം. കാലിൻ്റെ മുട്ടിൽ 2 സൈഡിലും ഓരോ സൈഡിലും 2 ദ്വാരങ്ങൾ ഡ്രില്ല് ചെയ്തിട്ട്, എല്ലിലൂടെ ഡ്രില്ല് ചെയ്തിട്ട് ഒരു ലേസർ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സർജറി ആയിരുന്നു. നമുക്കറിയാം, ഒരു മുള്ള് കൊണ്ടാൽ പോലും നമുക്ക് എന്തൊരു വേദനയാണ് എത്ര ദിവസത്തേക്ക്. 4 സ്ഥലങ്ങളിൽ എല്ല് ഡ്രില്ല് ചെയ്താൽ എന്തോരം വേദനയുണ്ടാവും. അപ്പോൾ മോൾക്കാണെങ്കിൽ ചെറിയൊരു വേദന പോലും സഹിക്കാനായിട്ട് ശക്തിയില്ലാത്തൊരു ആളാണ്. അതുകൊണ്ടാണ് ഞാനിതൊരു ഉടമ്പടി നിയോഗത്തിൽ വെച്ചത്, അമ്മ കൂടെ ഉണ്ടാവട്ടെ എന്ന്. അന്ന് രാത്രി ഒരാൾക്കേ നിൽക്കാൻ പറ്റുള്ളൂ വാർഡിൽ അവിടെ. അപ്പം ഞാനാണ് നിന്നത് മോളുടെ കൂടെ. എനിക്ക് വലിയ വെയിറ്റൊന്നും എടുത്ത് പൊക്കാനൊന്നും എനിക്ക് ശക്തിയില്ലാത്തൊരാളാണ്. അപ്പം മോളെ എടുത്ത് യൂറിൻ പാസ് ചെയ്യാനെല്ലാം കമോഡിലെടുത്ത് ഇരുത്തണം, തിരിച്ച് ബെഡിലേക്ക് എടുക്കണം, ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. അതെല്ലാം എനിക്ക് എവിടെ നിന്ന് എനിക്ക് ശക്തി കിട്ടിയെന്നറിയില്ല. ദൂതന്മാരായിരിക്കണം ഇങ്ങനെ താങ്ങിയെടുത്ത് ഞങ്ങൾ 2 പേരെയും ആ സമയം താങ്ങിയത്. ആ രാത്രി മുഴുവൻ ഡ്രിപ്പ് ഇട്ടതുകൊണ്ട് ഒരുപാട് വെള്ളം മോളുടെ ദേഹത്തുണ്ടായിരുന്നു, അതെല്ലാം യൂറിൻ പാസ് ചെയ്ത് പോകണം. ഒത്തിരി പ്രാവശ്യം എണീപ്പിച്ച് കമോഡിലിരുത്തി തിരിച്ച് ബെഡിലിരുത്തി. ഒരു വേദന പോലും എൻ്റെ കുഞ്ഞ് അനുഭവിച്ചിട്ടില്ല. ആ വാർഡിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും ആ രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു. ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ആ വാർഡിലുള്ള ഒരു കുഞ്ഞുങ്ങളും. അത്ര സർജറി കഴിഞ്ഞ് വേദനിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളാണ് ആ വാർഡിൽ. പക്ഷേ എൻ്റെ മോള് ഒരു പ്രാവശ്യം പോലും അമ്മ വേദന എടുക്കുന്നു എന്ന് പറഞ്ഞില്ല. ഈശോയെ താങ്ങുന്നത് പോലെ എൻ്റെ കുഞ്ഞിനെ താങ്ങുമായിരുന്നു. അതുപോലെ തന്നെ 3 മാസം എന്നുള്ളത് 1.5 മാസം കൊണ്ട് എൻ്റെ മോള് ക്രച്ചസിലാണ് എങ്കിലും സ്കൂളിൽ പോയി തുടങ്ങി. സ്കൂളിൽ പോയി 2 ആഴ്ച കഴിഞ്ഞ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റിന് ക്രച്ചസിലാണ് ഞങ്ങൾ നടന്ന് കയറുന്നത്. അവിടെ ചെന്നപ്പോൾ അവർ ക്രച്ചസ് എടുത്ത് മാറ്റിയിട്ട് പറയാണ്, ഒരു കുഴപ്പമില്ല, ഇനി ഇതിൻ്റെ ആവശ്യമില്ല, ഷീസ് പെർഫെക്റ്റ്ലി ഫൈൻ, ഇവൾക്കിനി നോർമലായിട്ട് എല്ലാം ചെയ്യാം എന്നുള്ളത്. 6 മാസമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. 3 മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ഹീലിംഗ് കൊടുത്ത് മോള് നോർമലാക്കി അമ്മ അനുഗ്രഹിച്ചു. മൂന്നാമതായിട്ടുള്ളത് ഞങ്ങൾക്കൊരു വീട് കിട്ടിയതിൻ്റെ അത്ഭുതമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ ഞാൻ ആ വീടിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ല. കാരണം ഞങ്ങളൊരു വീടിന് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീട് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ലാത്ത കാരണം ഞാനത് പറഞ്ഞില്ല, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ വീട് എൻ്റെ പ്രോസസ്സിങ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞായിരുന്നു, ഉടമ്പടി എടുക്ക് ഈ ഒരു നിയോഗം വെച്ചിട്ട് എന്ന് പറഞ്ഞായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊന്നും ഉടമ്പടി എടുക്കില്ല. കാരണം വേറൊന്നുമല്ല, ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ജോലിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാം നന്നായിട്ട് നിബന്ധനകൾ പാലിക്കാൻ പറ്റി. അമ്മ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ജോലി തന്നു. പക്ഷേ ആ ജോലി കിട്ടിയ പിന്നെ സമയം വളരെ കുറവായിരുന്നു, എനിക്ക് ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഉടമ്പടി എടുക്കുകയാണെങ്കിൽ നന്നായി പാലിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഉടമ്പടി എടുക്കില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാനൊന്നും ഉടമ്പടി എടുക്കില്ല, ഇനിയൊരു പ്രതിസന്ധി വന്നാലേ ഞാൻ ഉടമ്പടി എടുക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു. കൃത്യമായിട്ട് ആ പ്രതിസന്ധി എൻ്റെ കയ്യിലേക്ക് വന്നു. 2 മാസം വീടിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം ഹസ്ബൻഡ് പറയുകയാണ്, നമ്മുടെ ആ വീട് പോയി കയ്യിൽ നിന്ന്. അത് വിൽക്കാനിട്ടിരുന്ന ഫാമിലിക്ക് എന്തോ പ്രശ്നം കാരണം അവർ ആ വീട് വിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചു.
അപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. എന്താണിതിങ്ങനെ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ഇങ്ങനെ സംഭവിച്ചല്ലോ, എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ഭയങ്കര സങ്കടം തോന്നി. എങ്കിലും ഞാൻ പറഞ്ഞു സാരമില്ല, നമുക്ക് നല്ലതായിരിക്കില്ല ആ വീട്, നല്ലതായിരുന്നെങ്കിൽ അമ്മ നമുക്കത് തരാതിരിക്കില്ല, നമുക്ക് നല്ലൊരു വീട് തന്നെ അമ്മ വാങ്ങിത്തരും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കുറേ വീടുകൾ, ഒരു 10ഓളം വീടുകൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ടു. പക്ഷെ ഒരു വീടും നമുക്ക് മനസ്സിൽ പിടിക്കുന്നില്ല. ഈ വീടാണെങ്കിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, എല്ലാം കൊണ്ട് നമുക്ക് ചേർന്നൊരു വീടായിരുന്നു. അങ്ങനെ 10ാമത്തെ വീട് പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, എനിക്കും മോൾക്കുമാണ് അത് ഇഷ്ടപ്പെടാതിരുന്നത്, ഇനി നമുക്ക് വീടൊന്നും നോക്കണ്ട, നമുക്ക് വീട് ഇങ്ങനെ നമ്മുടെ തലയിൽ വരച്ചിട്ടില്ലായിരിക്കും, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, കാരണം ഞങ്ങൾ രണ്ടും മുടക്കം പറഞ്ഞതുകൊണ്ടാണല്ലോ അത് നടക്കാതിരുന്നത്. അങ്ങനെ ഞാൻ ഇതിനിടയിൽ നമ്മൾ 2ാമതൊരു വീടും കൂടി കണ്ടിരുന്നു. അത് നല്ലൊരു വീടായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട വീടായിരുന്നു. പക്ഷേ മോളുടെ സ്കൂളിലേക്ക് ഒരുപാട് കൂടുതലായിരുന്നു. അപ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തിയാണ് ഞാൻ. ഒരു 5 മൈൽ റേഡിയസിലേ ഞാൻ ഡ്രൈവ് ചെയ്യുള്ളൂ. ഇത് ഞാനൊരു 40 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് മോളെ സ്കൂളിൽ കൊണ്ടാക്കണം. ആ ഒരു റീസൺ കൊണ്ട് നമ്മൾ അതിൻ്റെ ഓഫർ ഇട്ടെങ്കിലും നമ്മൾ ആ വീടിന് വേണ്ടി ഫൈറ്റ് ചെയ്തില്ല. നമ്മൾ ഇട്ട ഓഫറിനേക്കാൾ ഒരുപാട് മുകളിലാണ് ആ വീട് വേറൊരാൾക്ക് പോയത്. അതിൻ്റെ പ്രോസസ്സിങ് നടക്കുമായിരുന്നു. പക്ഷേ ആ വീട് പോയി കഴിഞ്ഞ് നമ്മൾ എപ്പോഴും നമുക്ക് തോന്നുമായിരുന്നു, ആ വീട് കളയണ്ടായിരുന്നു, നമുക്കൊന്നുകൂടി ഫൈറ്റ് ചെയ്യാമായിരുന്നു ആ വീടിന് വേണ്ടിയെന്ന്. അപ്പോൾ ഈ അവസാനം 10ാമത്തെ വീട് കണ്ടു വന്നു കഴിഞ്ഞ് ഹസ്ബൻഡ് ഇങ്ങനെ ഇനി വീട് നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം എന്തെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ വീടുകൾ നോക്കി തുടങ്ങി. നോക്കിയപ്പം അന്ന് പോയ ആ വീട്, നമുക്ക് 2ാമത് നഷ്ടപ്പെട്ട് നമ്മൾ അധികം ഫൈറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ ആ വീട് വീണ്ടും മാർക്കറ്റിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ഉടനെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വീട് വീണ്ടും വന്നിരിക്കുന്നു, നമുക്കൊന്നുകൂടി നോക്കിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഉടനെ തന്നെ എസ്റ്റേറ്റ് ഏജൻറ്റിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മാക്സിമം ഓഫർ ഇതാണ്, ഇത് നിങ്ങൾക്ക് തരാം, പക്ഷേ നിങ്ങൾ വേറെ ആരെയും ഈ വീട് കാണിക്കരുത്, വ്യൂയിങ്ങിനെ വിളിക്കരുത്, ഞങ്ങൾക്ക് തന്നെ ഈ വീട് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ സംസാരിച്ച് നോക്കട്ടെ അതിൻ്റെ ആളുടെ അടുത്ത്, അവർ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് സംസാരിച്ച് അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഓണർ പറഞ്ഞു അവരൊന്നുകൂടി വന്ന് ഈ വീട് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു സംശയം, ഇവരെന്താ ഇങ്ങനെ പറയണേ, ഇവർ ഡിലേ ചെയ്യിപ്പിക്കുകയാണോ, വേറെ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണോ, ഇനി ഈ വീടും നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഓഫർ കൊടുക്കുന്നതിന് മുമ്പേ ഹസ്ബൻഡും എൻ്റെ ഉടമ്പടിയിൽ ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, എൻ്റെ ദൈവമേ, ഹസ്ബൻഡ് ഉടമ്പടിയിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയുള്ളൂ, അപ്പം തന്നെ തടസ്സങ്ങളാണോ, ഉള്ള വിശ്വാസം കൂടി പോവുമോ എന്നുള്ള രീതിയിൽ ഞാൻ വിഷമിച്ചു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കുമ്പം വീണ്ടും അമ്മ എന്നോട് സംസാരിക്കുകയാണ്. അമ്മ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാണ്, നിനക്ക് ഞാനൊരു അവസരം തന്നതാണ്, അവിടെ പോയി നീ ഉപ്പ് 4 മൂലയിലും ഇടണം ആ വീടിൻ്റെ. അപ്പോൾ അതിനു മുൻപ് ഞാനൊരു സാക്ഷ്യത്തിൽ കണ്ടിരുന്നു, ഒരു അറബിയുടെ ബജ്ലിസിൽ കൊണ്ടുപോയി 4 മൂലയിലും ഉപ്പിട്ടപ്പോൾ അവരുടെ വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേപ്പർ അവർക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു സാക്ഷ്യം എൻ്റെ മനസ്സിലേക്ക് വരുമായിരുന്നു. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് ഓടിച്ചെന്ന് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നമുക്കിതൊരു അവസരമാണ്, നമുക്ക് പോയി വീട് കാണാം, പോകുന്ന അവസരത്തിൽ നമുക്ക് ഉപ്പും കൊണ്ടിടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉപ്പെടുത്തു. അന്ന് വിൻ്റർ ടൈമാണ്. അപ്പോൾ വലിയ കോട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കോട്ടിൻ്റെ പോക്കറ്റിൽ ഞാൻ ഉപ്പെടുത്തിട്ട് അവിടെ എത്താറായപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കയ്യിൽ ഞാൻ ഉപ്പെടുത്ത് പിടിച്ചു, ആരും കാണാതെ. കാരണം അവർക്ക്, ഇംഗ്ലീഷുകാർക്ക് ഇതൊക്കെ വളരെ വിചിത്രമായിട്ട് തോന്നും, നമ്മൾ വല്ല ബ്ലാക്ക് മാജിക് കാണിക്കുകയാണോ എന്നൊക്കെ അവർ തോന്നും. അതുകൊണ്ട് വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ ബെല്ലടിച്ച് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലും, അത് കഴിഞ്ഞ് വീട് കാണുന്ന സമയത്തും ബാക്കിലും ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഈ വീട് ഇന്നു മുതൽ നിൻ്റെ സംരക്ഷണത്തിലായിരിക്കണമേ, ഈ വീട്ടിലുള്ളവരെയും ഞങ്ങളെയും സംരക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി ഈ വീട് നീ കാത്തു സൂക്ഷിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു. കോംപ്ലിക്കേഷൻസ് കുറച്ചുണ്ടായിരുന്നു. എൻ്റെ ലോൺ പാസ്സാവാനായിട്ട്, ഈ ഹോം ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ സാലറിയുടെ പേപ്പർ വർക്കുകൾക്ക് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. ഒത്തിരി ഡോക്യുമെൻറ്റേഷൻ അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഞങ്ങളുടെ കമ്പനിയിലത്തെ HR-ഉമായിട്ടൊരു കോള് വേണം എന്നവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ആ ഡോക്യുമെൻറ്റിൻ്റെ 4 മൂലയിലും ഉപ്പിട്ടൊരു ഫോൾഡറിലാക്കിയിട്ട് ഞാൻ കൊടുത്തു. അങ്ങനെ 5 മിനിറ്റിനുള്ളിൽ ആ കോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അവൾ തിരിച്ച് വന്നിട്ട് പറഞ്ഞു,
ഇങ്ങനെ എല്ലാം ഓക്കെ. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ളതും സൗകര്യമുള്ളതും നല്ലതുമായിട്ടുള്ളൊരു വീടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇനി ഹസ്ബൻഡിൻ്റെ ജോലിയുടെ അത് അദ്ദേഹം തന്നെ പറയും. ഞാൻ UK 2009 മുതൽ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യായിരുന്നു. ആ സെയിം കമ്പനീനെ 2012 ആയപ്പോൾ വേറൊരു കമ്പനി ബോട്ട് ഔട്ട് ചെയ്തു. ഇപ്പോൾ രണ്ടാമത് മൂവ് ഇൻ ചെയ്ത ആ കമ്പനീനെ 2013 ആയപ്പോഴത്തേനും വേറൊരു കമ്പനി പിന്നെയും മേടിച്ചു. അപ്പോൾ ഈ മൾട്ടിപ്പിൾ അക്വിസിഷൻ കാരണം ഞാൻ ആ സെയിം കമ്പനിയിൽ ഒരു 13 ഇയേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2020 ആയപ്പോഴത്തേനും ഞാൻ പറഞ്ഞു ഓക്കെ, ഇത്രയും നാളായി ഒരു കമ്പനി തന്നെ വർക്ക് ചെയ്യുകയാണ്, മിക്കവാറും കൊലീഗ്സൊക്കെ സെയിം തന്നെയാണ്, നമുക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി നോക്കാം, എങ്ങനെയാണ് ബാക്കിയുള്ള കമ്പനികൾ വർക്ക് ചെയ്യുന്നത് നോക്കാം. സെയിം കമ്പനിയിലാണെങ്കിൽ തന്നെ ഭയങ്കര പൊളിറ്റിക്സും ഇൻറ്റേർണൽ പൊളിറ്റിക്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു ചേഞ്ച് നോക്കി. ആ ചേഞ്ചിന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി വന്നു. ഒരു ഹെഡ് ഹണ്ടർ വന്നിട്ട് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഞങ്ങൾ നോക്കുമ്പോഴത്തേനും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഞങ്ങളത് എടുത്തു. 6 ആഴ്ച ആയപ്പോഴത്തേനും സെക്കൻഡ് വീക്കിൽ ഞങ്ങൾ ആ ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ പ്രപ്പോസൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് സ്ലൈഡ് ആയപ്പോഴത്തേനും സെയിൽസ് ഡയറക്ടർക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. പിന്നെ ഞങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും തിരിച്ചുപോയി ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയി, വീണ്ടും പ്രസൻറ്റ് ചെയ്തു. ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും സെയിൽസ് ഡയറക്ടർ പറഞ്ഞു, ഞങ്ങൾ ഈ ഒരു പോസ്റ്റ് ഓപ്പൺ ചെയ്തത് അവർക്ക് ഇങ്ങനൊരു റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പുള്ളിക്ക് ഇനി മുതൽ അതിനകത്ത് കോൺഫിഡൻ്റ് അല്ല ഇത് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട്, അതുകൊണ്ട് ഈ ഒരു പൊസിഷൻ റിഡൻഡൻ്റ് ആവുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ പൊസിഷൻ എനിക്ക് ജോലി അവിടെ നിന്ന് വിടേണ്ടി വന്നു. അങ്ങനെ ഞാൻ വേറൊരു കമ്പനിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. 6 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു കമ്പനിയിലേക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതിനിടയ്ക്ക് ഞാൻ ഉടമ്പടി വീണ്ടും ഓൺലൈൻ വഴി റിന്യൂ ചെയ്തായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ ഹെൽപ്പ് കൊണ്ട് വീണ്ടും ഒരു ജോബിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. താങ്ക് യു. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു. ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും അമ്മ ഞങ്ങളെ അടുത്ത സ്റ്റെപ്പിലേക്ക്, ഉടമ്പടി ഒരു പടി കയറുന്നത് പോലെ നിത്യതയിലേക്ക് ഞങ്ങളെ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ പണം ആവശ്യമുള്ളവർക്ക് നമ്മൾ സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. ഹസ്ബൻഡ് കമ്മ്യൂണിറ്റി കിച്ചണിൽ പോയി പാവപ്പെട്ടവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ സങ്കടം പറയുന്നവരുടെ എല്ലാം സങ്കടങ്ങൾ ഞാൻ കേട്ടിരുന്ന് അമ്മ പറയുന്ന പോലെ അവരോട് ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ ഇടാനോ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിക്കാനോ ഉപ്പിട്ട് പ്രാർത്ഥിക്കാനോ ഒക്കെ പറയും. ഞങ്ങളൊരു മാഞ്ചസ്റ്ററിൽ ഒരു അഖണ്ഡ ജപമാല ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. 25ഓളം പേര് ഇപ്പോൾ അതിലുണ്ട്. എല്ലാ പ്രാർത്ഥനാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ആ ഗ്രൂപ്പിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്.